ഭാരവാഹി ശ്രീ ടി പി ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. കോടതി ഈ ജുഡീഷ്യൽ കമ്മീഷന് സാധുതയില്ല എന്ന് പറയുന്നിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഈ കോടതി നിലപാടിനെ അത് ഏത് തരത്തിൽ കാണും? അല്ല, കോടതിയുടെ നിലപാട് നിയമപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു കാരണമാണ്. അതായത് ഇതൊരു ശരിക്കും പറയുന്നത് ഒരു ശാശ്വത പരിഹാരം കേന്ദ്ര വഖഫ് ബില്ല് പാസ്സാക്കിയെടുക്കുമ്പോഴുകൂടിയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായും ഇത് സർക്കാർ കളിച്ചുള്ളൊരു മറ്റുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണ് ഈ രാമേന്ദ്രൻ കമ്മീഷൻ ഈ പറയുന്ന ജുഡീഷ്യൽ കമ്മീഷൻ. അവിടെ ജുഡീഷ്യൽ കമ്മീഷന് നിയമപരമായിട്ട് ഒന്നും അവിടെ ചെയ്യാനില്ല. കാരണം ഇത് ഹൈക്കോടതി അടക്കം ഉള്ള വഖഫ് നിലവിലുള്ള വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ ഇതിനൊക്കെ ഈ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടേണ്ടത്. അതായത് ഹൈക്കോടതി എതിരായിട്ടൊക്കെ വിധിച്ചു കിടക്കുന്ന അവർക്ക് വഖഫ് ബോർഡിന് അധികാരമുണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഒരു പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തൊരു കമ്മീഷനാണ്. അല്ലാതെ അതിന് നിയമപരമായ ഒരു സാധ്യത ഇല്ലെന്നുള്ള കാര്യം അന്ന് തന്നെ അറിയാം. അതായത് ഒരു നിയമത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ആ നിയമത്തെ മറികടക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ അധികാരമില്ല. ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ. തീർച്ചയായും അതുകൊണ്ട് വഖഫ് നിയമം കേന്ദ്രം പാസ്സാക്കുമ്പോൾ അതിന്റെ പരിധിയിൽ ഇതും ഇതും കൂടെ വരുത്തിക്കൊണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം തന്നെയാണ് UDF LDF ഒന്നിച്ചു നിന്നുകൊണ്ട് പുതിയ നിയമം വഖഫ് നിയമം പാസ്സാക്കരുത് എന്ന് പറയുകയും ഇവിടെ ജുഡീഷ്യൽ കമ്മീഷൻ വെക്കുകയും ചെയ്യുമ്പോൾ ഇരട്ടത്താപ്പാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ അവിടുത്തെ മുനമ്പത്തെ ജനങ്ങളുടെ ശാശ്വത പരിഹാരത്തിന് പുതിയ വഖഫ് നിയമം വരും. ഈ പാർലമെന്റെങ്കിലും പാസ്സാക്കുവാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ പരിഹാരം നമ്മൾ വിലകൊടുത്തു ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അതിന് സർക്കാർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെ നിയമപരമായിട്ട് അവിടെ കരമടക്കാൻ സർക്കാർ വേണ്ട നടപടികൾ എടുക്കുകയുമാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്. അല്ലാതെ നമ്മൾ ജനത്തെ പറ്റിക്കാൻ എക്കാലവും പറ്റത്തില്ല എന്നുള്ളൊരു മാത്രമായിട്ട് എനിക്കിതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധിയാണ് പ്രതികരിച്ചത്. സജിത്ത്, നിയമ പോരാട്ടമല്ലാതെ ഇത് രാഷ്ട്രീയപരമായിട്ട് ഏത് തരത്തിൽ നേരിടാൻ കൂടിയായിരിക്കും സർക്കാർ ശ്രമിക്കുക? ഇതിലിനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിന്റെ പാത ബാക്കിയുണ്ടോ? ഇതിൽ അപർണ, സർക്കാരിന് മുന്നിലുണ്ടാവുന്ന രാഷ്ട്രീയ പ്രതിസന്ധി കാരണം സംസ്ഥാന സർക്കാരിന് ഇടപെട്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന മുനമ്പ് സമരക്കാരുടെ ആവശ്യത്തിന് പകരം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് ഈ നടപടികളും ഈ സമരത്തെയും തൽക്കാലം ഒന്ന് മറികടക്കാൻ അത്തരമൊരു നീക്കമാണ്, അത്തരമൊരു നയതന്ത്രം കൂടിയായിരുന്നു, ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു നീക്കം കൂടിയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവിടെയാണ് തിരിച്ചടി ഉണ്ടാവുന്നത്. വേഗത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ കഴിയുന്ന ഒരു ആക്ഷൻ അത് അപ്പീൽ പോവുക എന്നതാണ്. സ്വാഭാവികമായും അത്തരം നിയമസാധ്യതകൾ തേടൽ സർക്കാരിൽ നിന്നും ഉണ്ടാകാം. അതിനുമപ്പുറം സർക്കാർ ഇതുവരെ സമരക്കാരെ പറ്റിച്ചു എന്ന വാദമൊക്കെ വീണ്ടും ശക്തമായി ഉന്നയിച്ചു വന്നേക്കാം. അതിനൊപ്പം തന്നെ മുൻപ് സമരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായി അവിടെ സമരവേദികളിൽ നിന്നും കൂടുതൽ ശക്തിയുള്ള നീക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതിനുമപ്പുറം ഈ വഖഫ് നിയമ ഭേദഗതി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കം അതിനുവേണ്ടിയുള്ള മുറവിളി ഒന്നുകൂടി ശക്തിപ്പെടാനുള്ള സാഹചര്യം കൂടി ഇപ്പോഴത്തെ ഈ കോടതി വ്യവഹാരങ്ങൾ ഇടവെച്ചേക്കാമെന്നതാണ് സാഹചര്യം. സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം രാഷ്ട്രീയ നഷ്ടം പേറേണ്ടി വരിക സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയുമാവും. കാരണം ഈ വിഷയത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങളിൽ ഇടപെട്ടില്ല എന്ന ചോദ്യം സ്വാഭാവികമായും അത് നിലനിൽക്കുക തന്നെയാണ്. എന്തായാലും മുനമ്പം വിഷയത്തിൽ സർക്കാർ തൽക്കാലത്തേക്കെങ്കിലും ആ സമരം പരിഹരിക്കാൻ നടത്തുന്ന നീക്കത്തിനാണ് തിരിച്ചടി ഉണ്ടാവുന്നത്. അതാണ് ഈ കോടതി വിധിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. TG സജിത്തും കൂടിയാണ് വിവരങ്ങൾ.